രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 അധ്യായത്തിന്റെ 3 വാക്യമാണ് അല്പസമയം ധ്യാനചിന്തയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു അറ്റകുറ്റം തീർത്തു. നമുക്കറിയാം, ക്രൈസ്തവ സഭ അതിപ്രധാനമായിരിക്കുന്ന ചില ദിനങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇവർക്കും അറിയാവുന്നതുപോലെ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നമ്മുടെ സഭകൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ സങ്കീർത്തന പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങൾ നമ്മൾ വാക്യപ്രതിവാക്യമൊക്കെ വായിക്കാറുണ്ട്, പലപ്പോഴും നാം ധ്യാനിക്കാറുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കാതെ പോകുന്ന ഒരു വാക്കുണ്ട്. സേല എന്ന് പറയുന്ന ഒരു പദം, ഒരു വാക്ക് അവിടെ കാണുവാനായി സാധിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ആരും അതിനെ വായിക്കാറില്ല. പക്ഷെ ആ വാക്ക് അങ്ങനെ തന്നെ ഇവിടെ കിടക്കുക. എന്താണ് ഈ സേല എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് ആശയങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറെ പ്രചാരത്തിലിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ആ സങ്കീർത്തനം അല്ലെങ്കിൽ ആ പാട്ടുകൾ പാടുന്നവർ ഒന്ന് നിർത്തിയതിനു ശേഷം ഇതുവരെ പാടിയതിനെ ഒന്ന് വിലയിരുത്തിയതിനു ശേഷം മുന്നോട്ട് പോകുവാനായി പാട്ടുകാർക്ക് നൽകുന്ന ഒരു അറിയിപ്പാണ് സേല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുവരെ പാടിയത് പാട്ടുകാർ ഒന്ന് വിലയിരുത്തുക, അതിനുശേഷം പിന്നെയും മുന്നോട്ട് പാടുക. അങ്ങനെയാണെങ്കിൽ ഈ നോമ്പ് ദിനങ്ങളിൽ നമ്മുടേതായിരിക്കുന്ന ആത്മീക ജീവിതങ്ങളെ കുറിച്ച് ഒന്ന് നിന്ന് പുറകോട്ട് നോക്കി ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരും. ഇതുവരെ ഞാൻ ആരാധിച്ചതും ഇതുവരെ ഞാൻ പാടിയതും ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ചതും ദൈവത്തിന് കൊടുത്തതുമെല്ലാം ഒന്ന് നിന്ന് ശാന്തമായതിനു ശേഷം പുറകോട്ട് നോക്കി ഒന്ന് വിലയിരുത്തുക. ഞാൻ ചെയ്തതെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന നിലയിലാണോ ഞാൻ ഇതുവരെയും ചെയ്തത്, അതോ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലാണോ എൻ്റെ ആത്മീക ജീവിതം ഞാൻ നയിച്ചതെന്ന് ഒന്ന് വിലയിരുത്തിയതിനു ശേഷം നമ്മുടെ ആത്മീയ യാത്ര മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വായിച്ചതായിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ തിരുവെഴുത്തിൽ നാം പഠിക്കുമ്പോൾ 3 രാജാക്കന്മാർ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു സഹോദരൻ, കഴിഞ്ഞ ചാമ്പൽ ബുധനാഴ്ച നെയ്യാറ്റിൻകര വ്ളാങ്ങാമുറി CSI പള്ളിയിൽ 200 വർഷം പഴക്കമുണ്ടെന്നാ പറഞ്ഞു. 200 വർഷം പഴക്കമുള്ള ആ പള്ളിയിൽ ഞാൻ ധ്യാന ചിന്തയ്ക്കായിട്ട് കടന്നു പോവുകയുണ്ട്. എന്നെ ഇവിടെ ക്ഷണിച്ചു, ഞാൻ ചെന്ന് ധ്യാനിപ്പിച്ചു. അപ്പോൾ മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയാണ് അവിടെ, CSI പള്ളിയാണ്.
കെട്ടിലും മട്ടിലും ഒക്കെ വളരെ ഭംഗിയേറിയ ഒരു ദേവാലയം. ഇവിടെ വന്നപ്പോ വളരെ വളരെ പുരാതനമായിരിക്കുന്ന ഒരു ദേവാലയമാണ് കാണുവാൻ സാധിച്ചത്. എന്തായാലും ആലയത്തിന്റെ പഴക്കത്തെ നോക്കണ്ട, ആരാധിക്കുന്ന ജനത്തിന്റെ പുതുക്കത്തെ നാം നോക്കിയാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും പലയിടത്തും ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് സമയം തരാറുണ്ട്. ഇത്ര മണിക്കൂർ അച്ഛൻ പ്രസംഗിക്കാൻ പറഞ്ഞു. ഇവിടെ വന്നപ്പോഴും അച്ഛൻ എന്നോട് ചോദിച്ചു എത്ര മണിക്കൂർ പ്രസംഗിക്കണം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഒരു 3/4 മണിക്കൂർ പ്രസംഗിക്കാം എന്ന് പറഞ്ഞു. കാരണം അത് കൂടിപ്പോയോ എന്നൊരു സംശയം മനസ്സിനകത്തുണ്ടായിരുന്നു. അച്ഛൻ തന്നെ പറഞ്ഞ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ദൈവമക്കൾ 10 മണി വരെ ആരാധിച്ചാലും ഇരിക്കുവാൻ മനസ്സുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്നാണോ? അനായ ദൈവത്തെ ഞാൻ സ്തുതിക്കുക. പണ്ടൊക്കെ ആരാധന തുടങ്ങുവാനേ സമയമുണ്ടായിരുന്നു, ആരാധന നിർത്താനൊരു സമയമുണ്ടായിരുന്നില്ല, അല്ലേ? പണ്ടൊക്കെ ആരാധിച്ച് അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ആരാധന തുടങ്ങുവാൻ വേണ്ടി മാത്രമേ അന്ന് സമയം നിശ്ചയിച്ചിരുന്നു, അല്ല ആരാധന നിർത്തുന്ന സമയമില്ല. ഇന്നിപ്പോ വാച്ച് നോക്കിയിരിക്കും, എത്ര മണിക്ക് നിർത്തുമെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. ഓക്കെ, ദൈവം തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ 3 രാജാക്കന്മാർ ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്തതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കെട്ടിടം സമയാസമയങ്ങളിൽ അതിന്റെ അറ്റകുറ്റം തീർക്കുക എന്നത് ഉത്തരവാദിത്വമുള്ള ഒരുടമയുടെ കടപ്പാടാണ്, അല്ലേ? ശരിയാണോ? നാം വസിക്കുന്ന നമ്മുടെ ഭവനത്തിന്റെ അറ്റകുറ്റങ്ങൾ സമയാസമയം തീർക്കുക എന്നുള്ളത് ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥന്റെ കടപ്പാടാണ്. നമ്മുടെ ഭവനത്തിന്റെ ശോചനീയമായിരിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ട് അങ്ങനെ തന്നെ കിടക്കട്ടെ, വരും പോലെ വരട്ടെ എന്ന് ചിന്തിച്ച് അനർത്ഥത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല ഒരു കെട്ടിടത്തിന്റെ ഉടമ എന്ന് പറയുന്നത്. ഒരു അപകടം മനസ്സിലാക്കുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിന്റെ പണികൾ ചെയ്യുന്നതാണ് ഒരു ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ദ്രവത്വമുള്ള ഈ ലോകത്ത് നാം ജീവിക്കുമ്പോ ഇവിടെയുള്ള എന്തിനും അറ്റകുറ്റമുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആമേൻ. ഒരു വാഹനം തക്ക സമയത്ത് അറ്റകുറ്റം തീർത്തില്ല എങ്കിൽ ഉണ്ടാകുന്ന അപകടം എത്രമാത്രം വലുതാണെന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു ബോട്ട് അപകടം എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ തട്ടേക്കാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് സംഭവിക്കുവാനിടയായിത്തീർന്നു. ഏകദേശം 37 യാത്രക്കാർ, ഒരു സ്കൂളിന്റെ കുട്ടികൾ ആ ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. ആ കായലിലൂടെ ഈ 37 പേരടങ്ങുന്ന സംഘം യാത്ര ചെയ്തതായ സമയത്ത് ആ ബോട്ട് മുങ്ങുവാനും 17 പേർ ദാരുണമായ അന്ത്യം വരിക്കുവാനും ഇടയായിത്തീർന്നു. എന്തുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഈ ബോട്ടിന്റെ അടിയിലത്തെ പലക ഇളകി അതിനകത്തുകൂടി വെള്ളം കയറിയാണ് ഈ ബോട്ട്
മുങ്ങുവാനിടയായി എന്ന് പറഞ്ഞാൽ ആ ബോട്ടിന് ചെയ്യേണ്ടതായിരിക്കുന്ന അറ്റകുറ്റങ്ങളെ കാലാകാലങ്ങളിലും സമയാസമയങ്ങളിലും ചെയ്യാതെ അതങ്ങനെ തന്നെ ഉപയോഗിച്ചത് കൊണ്ടാണ് 18 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നത്. എന്ന് പറഞ്ഞാൽ ദ്രവത്വമുള്ള ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാറ്റിനും അറ്റകുറ്റമുണ്ടാകുക, കേടുപാടുണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ തിരിച്ചറിഞ്ഞ് അതിന് ക്രമീകരണം വരുത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ വരുത്തുന്നത് വലിയ അപകടങ്ങളായി മാറാറുണ്ട് പലപ്പോഴും. നമുക്കറിയാം, ഒരു പുതിയ വാഹനം നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ 15 വർഷം അത് ഓടിക്കുവാനായി സാധിക്കും. അതൊരു ടാക്സി അല്ല, ഓണർ ഉപയോഗിക്കുന്ന, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണെങ്കിൽ, പ്രൈവറ്റ് വാഹനമാണെങ്കിൽ, നമ്മുടെ കാറും ബൈക്കുമൊക്കെ നമുക്ക് 15 വർഷം ഉപയോഗിക്കുവാൻ സാധിക്കും. 16ാമത്തെ വർഷം ആ വാഹനം റോട്ടിലിറക്കണമെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട അധികാരികളെ കണ്ട് ആ റോഡിൽ ഓടിക്കുവാനുള്ള കണ്ടീഷൻ ഉണ്ടെന്ന് അവർ തരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ആ വാഹനം നിരത്തിലിറങ്ങി ഓടിക്കുവാനായി സാധിക്കത്തുള്ളൂ. അതൊരു ടാക്സി ആണെങ്കിൽ വർഷാവർഷങ്ങളിൽ ഈ വാഹനത്തിന്റെ കേടുപാടുകളും പണികളുമെല്ലാം തീർത്ത് അത് കാണിക്കേണ്ടവനെ കാണിച്ച് അവൻ പരിശോധിച്ച് ആ പരിശോധനയിൽ ഈ വാഹനം റോഡിലോടുവാൻ യോഗ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ വാഹനം ഓടിക്കുവാനുള്ള പെർമിഷൻ അധികാരികളിൽ നിന്ന് ലഭിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കേവലം ഒരു വാഹനം അതിന്റെ കാലാവധി കഴിയുമ്പോ ഈ നിരത്തിലിറങ്ങി ഓടിക്കണമെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ടവർ നൽകേണ്ട സർട്ടിഫിക്കറ്റുകളും പരിശോധനകളും ആവശ്യമാണെങ്കിൽ സർവശക്തനായിരിക്കുന്ന ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായിരിക്കുന്ന ആ സ്വർഗീയ കെട്ടിടത്തിൽ നാം എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ എത്രമാത്രം തീർക്കണമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് രാത്രികാലം ദൈവമക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അറ്റകുറ്റം തീർക്കാത്ത വീട്, അറ്റകുറ്റം തീർക്കാത്ത വാഹനം എത്ര വലിയ അപകടമാണ് വരുത്തി വെക്കുന്ന കാര്യം ദൈവമക്കളെ നാം മറന്നു പോകരുത്. അതിനുപരിയായി അതിന് ഉത്തരവാദിത്വമില്ലായ്മയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് കെട്ടിടത്തെക്കാൾ, വാഹനത്തെക്കാൾ ആത്മീയ ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കുന്നതിനെ കുറിച്ചാണ് ഇത് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആമേൻ. തക്ക സമയത്ത് ആത്മീക ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർത്തില്ല എങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് രാത്രികാലം വളരെ ഗൗരവമായിട്ടെടുക്കേണ്ട ഒരു വിഷയമാണ്, എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിന്റെ, എന്റെ ആത്മീയ അനുഭവത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്ന് ഈ നോമ്പ് ദിനങ്ങളിൽ ഒന്ന് വിലയിരുത്തുവാനും ഒന്ന് പരിശോധിക്കുവാനും ജീവിതത്തിലെ കുറവുകളെ മനസ്സിലാക്കുവാനും ദൈവമക്കളെ നമുക്ക് സാധിക്കണം. ഒരിക്കൽ ബെൽശസ്സർ രാജാവ് ഒരു വലിയ വിരുന്നെല്ലാം തയ്യാറാക്കി രാജ്യത്തിന്റെ മഹത്തുക്കളും 1000 പേരടങ്ങുന്ന ഒരു വലിയ വിരുന്ന് അവിടെ നടക്കുമ്പോൾ, വലിയ ആഘോഷം നടക്കുമ്പോൾ ആ കൊട്ടാരത്തിന്റെ ചുമരുകളിലൂടെ ഒരു കൈയെഴുത്ത് ഇങ്ങനെ പോയി, ആമേ മെനെ മെനെ തെക്കൽ ഉഫർസി എന്ന് പറഞ്ഞാൽ നിന്റെ രാജ്യത്വം ഞാൻ എണ്ണിയിരിക്കുന്നു,
ഞാൻ നിന്നെ തുലാസിൽ തൂക്കിയിരിക്കുന്നു, നീ കുറവുള്ളവനായി കണ്ടിരിക്കുകയാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തൂക്കി നോക്കുന്ന നമ്മുടെ ആത്മീക അനുഭവങ്ങളെ, ആത്മീക ആരാധനകളെ, നമ്മുടെ പാട്ടുകളെ, നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, വിചാരങ്ങളെ തൂക്കി നോക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എന്റെയും നിന്റെയും ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് തിരിച്ചറിയുന്നവരാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. അവൻ കണ്ണുണ്ടിട്ടും കാണാതെയും, കാതുണ്ടായിട്ട് കേൾക്കാതെയും, ആമേൻ, നാവുണ്ടായിട്ടും സംസാരിക്കാതിരിക്കുന്ന ഒരു ഊമ വിഗ്രഹത്തെ അല്ല നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത് ഒരു ജീവനുള്ള ദൈവത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം ദൈവത്തോട് കരയുമ്പോൾ, ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ കുറവുകളുണ്ടോ എന്ന് മനസ്സിലാക്കി നാം അതിന്റെ അറ്റകുറ്റങ്ങൾ തീർത്തില്ല എങ്കിൽ, അറ്റകുറ്റങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്നെയും നിങ്ങളെയും തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെയും നിങ്ങളുടെയും കുറവുകളെ കണ്ടുപിടിക്കുന്ന ഒരു ദൈവമുണ്ട്. പലപ്പോഴും ഈ വാഹനമൊക്കെ റീടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുമ്പോ നമ്മുടെയൊക്കെ സാമ്പത്തികമായിരിക്കുന്ന പരാധീനകൾ കൊണ്ട് എന്തെങ്കിലും പൊട്ടുപൊടിയൊക്കെ ചെയ്ത്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത്, അതിന്റെ ലൈറ്റ് കത്തിക്കുകയോ പെയിന്റ് ഒന്നും ചെയ്യാതെ, ഇപ്പോൾ ഞാൻ എന്റെ കാറ് 2 വർഷമാകുമെന്ന് റീടെസ്റ്റ് ചെയ്തു. ഫുള്ളായിട്ട് പെയിന്റ് ഒന്നും അടിക്കാനായി കാശില്ല. അതുകൊണ്ട് ചെറിയ ഒരു പരിപാടിയൊക്കെ ചെയ്തു തന്നൊരു വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോ അവര് ചെറിയ പരിപാടിയൊക്കെ ചെയ്തു തന്നു. അങ്ങനെ ആ വാഹനം ടെസ്റ്റ് ചെയ്തു, പെർമിറ്റ് കിട്ടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ ഈ ലോകത്തിന്റെ മുമ്പിൽ, ഈ സമൂഹത്തിന്റെ മുമ്പിൽ കണ്ണിൽ പൊടിയിട്ട് പല കാര്യങ്ങൾ നമുക്ക് സാധിച്ചെടുക്കുവാൻ സാധിച്ചു എന്നിരിക്കും. എന്നാൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ യാതൊരു അഭിനയങ്ങള് നടക്കുന്ന കാര്യമല്ല, നടക്കുന്ന ഇടമല്ല ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്നത്. അവിടെ ഉള്ളതുള്ളതുപോലെ കാണുകയും ഉള്ളതുള്ളതുപോലെ അറിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്ന സ്വാമി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ, ഈ നോമ്പുകാല ദിനങ്ങളിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിത്യതയാണ് നമ്മുടെ സ്വപ്നമെങ്കിൽ, നിത്യതയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, സ്വർഗീയമായിരിക്കുന്ന പർദീസയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, ഈ ജീവിതത്തിൽ നമ്മുടെ ആത്മീക അനുഭവങ്ങളെ ഒന്ന് വിലയിരുത്തുവാനും, ഒന്ന് പരിശോധിക്കുവാനും, ഒന്ന് പഠിക്കുവാനുമായി ഒന്ന് സമയത്തെ വേർതിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും സ്വാമി. അതുകൊണ്ട് തക്ക സമയങ്ങളിൽ നമ്മുടെ ആത്മീക ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തുവാനായി നമുക്ക് സാധിക്കണം. ദാവീദ് പറഞ്ഞു, ദൈവമേ, എന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണം, എന്റെ അന്തരംഗങ്ങളെ ഒന്ന് പരീക്ഷിക്കണം, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി എന്നെ ഒന്ന് ശാശ്വത മാർഗത്തിലൂടി നടത്തണമേ എന്ന്. ഈ നാടുകളിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വാഞ്ചയും നമ്മുടെ കരച്ചിലുമെല്ലാം അത് തന്നെ ആയിരിക്കട്ടെ. ദൈവമേ, തിരുഹിതമില്ലാത്ത എന്തെങ്കിലും പ്രവർത്തികൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ എന്റെ ജീവിതത്തിൽ അറ്റകുറ്റം തീർക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, എന്റെ തമ്പുരാനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെയൊന്ന് പണിയണമേ എന്ന്, എന്നെയൊന്ന് പുതുക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാനായി സാധിക്കണം. ഈ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ 3 രാജാക്കന്മാർ
ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്ന് നാം പഠിക്കുന്നുണ്ട്. ഈ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കേവലം ഒരു കെട്ടിടത്തിന്റെ അറ്റകുറ്റം തീർത്തതിനെ കുറിച്ചല്ല ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ്, നമ്മുടെ ദേഹം, ദേഹി, ആത്മാവാണ്. അതുകൊണ്ട് ഈ 3 ചിന്തകൾ നാം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു കെട്ടിടത്തിന്റെ അറ്റകുറ്റം തീർക്കുവാനല്ല, ദൈവമേ എന്റെ ജീവിതത്തിലെ അറ്റകുറ്റങ്ങളെ തീർക്കുവാൻ ഈ നോമ്പ് കാലങ്ങളിൽ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്നാമതായിട്ട് ഈ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തതിനെ കുറിച്ച് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമതായിട്ട് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്ത രാജാവിനെ കുറിച്ച് 2 ദിനവൃത്താന്തങ്ങൾ 24-ന്റെ 4 നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ പറയുന്നു, അനന്തരം യോവാസ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സ് വച്ചു. ഒന്നുകൂടി വായിക്കാം. അനന്തരം യോവാസ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ മനസ്സ് വച്ചു എന്നാണ്. അപ്പൊ ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്ത ആദ്യത്തെ രാജാവിനെ കുറിച്ചുള്ള പരാമർശമാണ് വായിച്ച വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ യോവാസ് വാഴ്ച തുടങ്ങിയപ്പോഴാണ് അത് സംഭവിച്ചത്. വായിച്ചത് ഇങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത്, യോവാസിന് അറ്റകുറ്റം തീർക്കുവാനുള്ള മനസ്സുണ്ടായിരുന്നു എന്നാണ് നാം വായിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ യോവാസിന് മനസ്സുണ്ടായിരുന്നു എന്നാണ് നാം വായിച്ചു കേട്ടത്. സ്തോത്രം. അപ്പൊ ഏതൊരു കാര്യത്തിനും മനസ്സുണ്ടാകുക എന്നതാണ് ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്. ഇന്ന് നടക്കുന്ന ഈ ഏകദിന കൺവെൻഷനിൽ വരണമെന്ന് നിങ്ങൾ മനസ്സ് വച്ചത് കൊണ്ടാണ് ഇന്ന് രാത്രികാലം ഇത്രയും പേർ ഈ ദേവാലയത്തിനകത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്തോത്രം. അപ്പോ ഏതൊരു കാര്യത്തിനും മനസ്സ് ഉണ്ടാകുക എന്നുള്ളത് അതിപ്രധാനമായിരിക്കുന്ന ഒരു കാര്യമാണ്. ചിലരൊക്കെ മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്നതിനകത്ത് വരാതിരിക്കുന്നത്, അല്ലേ? അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ മനസ്സുള്ളവർ ഇന്ന് കാരക്കോണം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഒരു ഏകദിന കൺവെൻഷൻ നടക്കുന്നു എന്ന് ഇവിടുത്തെ അച്ഛൻ അനൗൺസ് ചെയ്തപ്പോ ഇവിടെ ഇതിനകത്ത് മനസ്സ് വച്ച് വന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യും. അപ്പോൾ തന്നെ മനസ്സ് വയ്ക്കാതെ വീട്ടിനകത്തിരിക്കുന്ന, സീരിയലുകൾ കാണുന്ന, മൊബൈൽ ഫോൺ നോക്കിയിരുന്ന് സമയത്തെ വിനിയോഗിക്കുന്നവരും ആത്മീക അനുഭവത്തിലും ജീവിതത്തിലും ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അപ്പൊ ഏതൊരു കാര്യത്തിനും ഒരു കാര്യമുണ്ടെങ്കിലേ എന്തും ശരിയാകത്തുള്ളൂ. അത് മനസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിലർക്കെല്ലാം ജീവിതത്തിൽ ഒരു അഴിച്ചുപണി വേണമെന്ന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. പലവട്ടം ദൈവദാസന്മാരിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ മനസ്സില്ലാത്തത് കൊണ്ട്
അറ്റകുറ്റം തീർക്കാതെ കൊണ്ട് നടക്കുക അല്ലേ? ചായ, മദ്യപിക്കരുത്, പുകവലിക്കരുത്, മോനെ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പലപ്പോഴും പല ദൈവദാസന്മാരും മാറി മാറി പറഞ്ഞിട്ടും ഉപദേശിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെന്ന് എനിക്കറിയാമെങ്കിലും പലപ്പോഴും അതിനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് ആ അറ്റകുറ്റം തീർക്കാതെ കൊണ്ട് നടക്കുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, സമയാസമയങ്ങളിൽ ആത്മീക ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കാതെ ഇന്നാകട്ടെ, നാളെയാകട്ടെ, അടുത്ത വർഷമാകട്ടെ എന്ന് പറഞ്ഞ് എത്രയോ അവധികൾ ദൈവമുൻപാകെ നീ എടുത്തിരിക്കുമ്പോ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സന്നിധിയിൽ തരുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്തി കളയരുത്. രണ്ട് കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒന്ന്, എന്റെയും നിങ്ങളുടെയും മരണം. രണ്ട്, കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. അതുകൊണ്ട് ഈസ്റ്റർ കൂടെ കഴിയട്ടെ, ക്രിസ്മസ് കൂടി കഴിയട്ടെ, ഓണം കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അറ്റകുറ്റം തീർക്കാതെ ഓരോ ഒഴുകഴുകൾ പറഞ്ഞ് അവൻ നീട്ടി കൊണ്ടുപോകുമ്പോ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വലിയ ഒരു ആപത്തിനെയാണ്, വലിയൊരു വിപത്തിനെയാണ് നിന്റെ ജീവിതത്തിൽ നീ വരുത്തുവാനായി പോകുന്നത്. സ്തോത്രം. നോക്കണമേ, ആ ബോട്ടിന്റെ ഉടമസ്ഥൻ ഒരുത്തൻ ആ ബോട്ടിന്റെ പണി അതിന്റെ അറ്റകുറ്റ സമയത്ത് ചെയ്തിരുന്നു എങ്കിൽ 18 ജീവനുകൾ പൊലിഞ്ഞു പോകത്തില്ലായിരുന്നു. അപ്പോ ഒരു മനുഷ്യൻ വിചാരിച്ചപ്പോ അനർത്ഥം വന്നത് അവന് മാത്രമല്ല, എത്രയോ കുടുംബങ്ങൾക്കകത്ത് നിലവിളികളായി, കണ്ണുനീരുകളായി ദേശം വിറയ്ക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പലപ്പോഴും എന്റെ ഒരു സ്വഭാവം, എന്റെ അറ്റകുറ്റം തീർക്കാതെ ഞാനത് കൊണ്ടു നടക്കുമ്പോ സഹോദര സഹോദരി, അതിന്റെ വിപത്ത് അനുഭവിക്കുന്നത് നീ മാത്രമായിരിക്കത്തില്ല, നീയും നിന്റെ തലമുറകള്, നിന്റെ കുടുംബം മുഴുവനുമായിരിക്കും ഒരു പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സക്കായി കാട്ടത്ത് മരത്തിൽ ഇറങ്ങിയപ്പോ ഒരു കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചു. സ്വാമി അല്ലേ? കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. എപ്പോഴാ? ഒരു സക്കായി കാട്ടത്തിൽ നിന്ന് ഇറങ്ങുവാൻ മനസ്സ് കാണിച്ചപ്പോ. അനേകരും ഇറങ്ങാൻ മനസ്സില്ലാതെ ചില കാട്ടുപാവങ്ങളിൽ മുറുകെ പിടിച്ച് അള്ളിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുമ്പോ, കുഞ്ഞേ, നീ ഒരു വ്യക്തി, നീ ഒരു മനുഷ്യൻ ഇറങ്ങുവാൻ തയ്യാറാകുമ്പോ നീ മാത്രമല്ല, നിന്റെ കുടുംബം മുഴുവനും ആ രക്ഷയും സമാധാനവും സന്തോഷവും അനുഗ്രഹവും അനുഭവിക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ എന്റെ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അറ്റകുറ്റം തീർക്കാൻ മനസ്സില്ലാതെ ഇന്ന് കൊണ്ട് നടക്കുക. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പൈതലെ, ചില വിഷയങ്ങൾ ഇവിടെ തീരണം, ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊക്കെയാണല്ലോ ആത്മീക ജീവിതത്തിലെ അറ്റകുറ്റം തീർക്കുക എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ക്ഷമിക്കുവാന്, സഹിക്കുവാന്, ദയ കാണിക്കുവാന് കഴിയാതെ പലരോട് പകയും വിദ്വേഷവും പിണക്കവും ഒക്കെ വച്ച് നാം മുന്നോട്ട് പോകുമ്പോ ദൈവ പൈതലേ, ഒരുപക്ഷെ വലിയ അനർത്ഥത്തിലേക്കായിരിക്കും നാം കടന്നു പോകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ നോമ്പ് ദിനങ്ങളിൽ ചില വിഷയങ്ങളെല്ലാം തീരണം. സ്തോത്രം. ചില വിഷയങ്ങളെല്ലാം തീരണം.
ആമേ പറഞ്ഞ് പരിഹരിക്കേണ്ട വിഷയങ്ങൾ ദൈവമക്കളെ പറഞ്ഞ് പരിഹരിക്കണം. ഹല്ലേലൂയ. ഒരു നിരപ്പിന്റെ അനുഭവത്തിലേക്ക്, ഒരു നിരപ്പിന്റെ ശുശ്രൂഷയിലേക്ക് ഈ ദിനങ്ങളിൽ നാം കടന്നു പോകണം. ഹല്ലേലൂയ. വസ്ത്രങ്ങളെയല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ കീറുവാനായി നമുക്ക് സാധിക്കണം. ആമേൻ. വെണ്ണീരിലും രട്ടിലും ഇരുന്ന് കർത്താവിനോട് നിലവിളിക്കുവാനായി കഴിയണം ഈ നോമ്പ് കാലങ്ങളിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ട് ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നമുക്കെല്ലാം വചനമറിയാം. നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവുണ്ട്. നമ്മെ കാര്യങ്ങൾ ബോധിപ്പിക്കുവാന്, ബോധവൽക്കരണം നടത്തുവാനുമെല്ലാം ഉപദേഷ്ടാക്കന്മാരുണ്ട്. മാത്രമല്ല, നമ്മുടെ വിഷയങ്ങളെല്ലാം പറഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേയുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിതത്തിൽ, കുടുംബത്തിൽ, സഭയിൽ പറഞ്ഞാൽ തീരാവുന്ന മാത്രം വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. പിന്നെ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ പലർക്കും ഇന്ന് മനസ്സില്ല അറ്റകുറ്റം തീർക്കുവാനായിട്ട്. അറ്റകുറ്റം തീർക്കുവാനായിട്ട് ഇവിടുന്ന് വായിക്കുകയാണ്. ആമേൻ. യോവാസ് ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ മനസ്സ് വച്ചു എന്ന രാത്രികാലം ഈ ദൈവ വചനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയോട് ഉണർത്തിക്കുകയാണ്. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലെ കുറവുകളെ, അറ്റകുറ്റങ്ങളെ പരിഹരിക്കുവാനുള്ള ഒരു മനസ്സ് തരണമേ ദൈവമേ എന്ന് ആമ യാചിക്കുവാന്, കരയുവാന്, നിലവിളിക്കുവാന് ഈ ദിനങ്ങളിൽ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒന്നാമത്തെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ യോവാസ് എന്ന് പറയുന്ന രാജാവിന് മനസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്ത രാജാവെന്ന് പറയുന്നത് നാം കുറിവാക്യമായിട്ട് വായിച്ച ഹിസ്കിയാവാണ്. രണ്ടാമത് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്തത്. തനിക്ക് 26 വയസ്സുള്ളപ്പോഴാണ് ഹിസ്കിയാവ് രാജ്യഭാരം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീർന്നത്. അയാൾ ഭരണാധികാരിയായ ആദ്യ വർഷം, ആദ്യ മാസം ആദ്യമായി ചെയ്തത് ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാണ് നാം വായിച്ച് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവൻ തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ 1-ാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു അറ്റകുറ്റം തീർത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഹിസ്കിയാ രാജാവ് രാജ്യഭാരമേറ്റ ആദ്യ വർഷം, ആദ്യ മാസം ആദ്യമായി ചെയ്തത് ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാണ്. അതായത് അറ്റകുറ്റം തീർത്തിട്ടേ ഭരണം തുടങ്ങിയുള്ളൂ എന്നാണ്. ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തിട്ടേ അവൻ ഭരണം തുടങ്ങിയുള്ളൂ. എത്ര നല്ല കാഴ്ചപ്പാടാണ് ദൈവമക്കളെ ഹിസ്കിയാവിന് ഉണ്ടായത്. സ്തോത്രം. ഇന്ന് രാത്രികാലം പറയട്ടെ, ജീവിതത്തിൽ ദൈവമാണ് ഏത് മനുഷ്യനും അവസരങ്ങൾ തരുന്നത്. ഹല്ലേലൂയ. അല്ലേ? ദൈവമാണ് ഏത് മനുഷ്യനും
അവസരം തരുന്നത്. ഇന്ന് ഈ ദിവസം ഈ സഭയിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ എനിക്ക് അവസരം തന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസരം ലഭിക്കുന്നു എങ്കിൽ അതിന്റെ ദൈവമാണ് തരുന്നതെന്ന് നാം മനസ്സിലാക്കണം. പഠിക്കുവാൻ ഒരവസരം തന്നാൽ, വിദേശത്ത് പോകുവാൻ ഒരവസരം തന്നാൽ, ശുശ്രൂഷകൾ ചെയ്യുവാൻ ഒരവസരം തന്നാൽ, ദേവാലയം അടിച്ചു വാരുവാൻ ഒരവസരം തന്നാൽ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുവാൻ ഒരവസരം തന്നാൽ, മനസ്സിലാക്കണം ദൈവ പൈതലേ, എത്ര ചെറുതായാലും എത്ര വലുതായാലും നിന്റെ ജീവിതത്തിൽ അവസരങ്ങൾ തരുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ഇവിടെ 25-ാമത്തെ വയസ്സിൽ രാജാവാകുവാൻ ഹിസ്കിയാവിന് ദൈവം അവസരം കൊടുത്തു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാം അവസരം തരുന്നവനാണ് നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ മുഖം നോക്കിയോ, ജാതി നോക്കിയോ, വർഗം നോക്കിയോ, പണം നോക്കിയോ, സൗന്ദര്യം നോക്കിയോ അവൻ അവസരങ്ങൾ നൽകുന്നവനല്ല. ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്ത ദൈവം, ബലമുള്ള രക്ഷിപ്പിക്കുവാൻ ബലഹീനമായത് തിരഞ്ഞെടുത്ത ദൈവം. ആ ദൈവം ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലും നിന്റെ മക്കളുടെ മേല് അവസരങ്ങൾ തരുന്നവനാണ്. ഒരുപക്ഷെ നിന്റെ കൂടെ പഠിച്ചവർക്ക്, നിന്റെ കൂടെ നടന്നവർക്കും ഒക്കെ പല പല അവസരങ്ങൾ കിട്ടിയപ്പോഴും ദൈവമേ, എനിക്ക് മാത്രം, എന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രം എന്തൊരവസരം കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെടുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൈവസഭയോട് പറയുന്നു, ഭാരപ്പെടേണ്ട, നിനക്കും ദൈവം അവസരങ്ങൾ തരും. സ്വാമി. ഹല്ലേലൂയ. ഈ ലോകവും ഈ ലോകക്കാര് ഒരുപക്ഷെ നിന്റെ അവസരങ്ങൾ പലത് നഷ്ടപ്പെടുത്തിയിരിക്കുമ്പോ ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയട്ടെ, ദൈവകുഞ്ഞേ, നിനക്ക് അവസരങ്ങൾ തരുന്നവനാ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇശായി തന്റെ മക്കൾക്കെല്ലാം അവസരം കൊടുത്തു. ദാവീദിന് മാത്രം കാട്ടിലേക്ക് ആടുകളെ മേയ്ക്കുവാനായിട്ട് അയച്ചു. ഹല്ലേലൂയ. രാത്രികാല ദൈവത്തിന്റെ പൈതലേ, ഈ ലോകം കഴിവ് നോക്കി, സൗന്ദര്യം നോക്കി, പണം നോക്കി, ക്വാളിഫിക്കേഷൻ നോക്കി അവസരങ്ങൾ നൽകുമ്പോ ഞാൻ പറയട്ടെ, എല്ലാവരാലും തള്ളപ്പെട്ടവനായി, എല്ലാവരാലും തള്ളപ്പെട്ടവളായി, ഉപേക്ഷിക്കപ്പെട്ടവളായി ആരും എനക്കില്ലാതിരിക്കുമ്പോ ഇന്ന് രാത്രികാലം പറയട്ടെ, നിന്നെ കാണുന്ന, നിന്നെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. ഇത്രയും നാൾ നിലനിന്ന ആമേൻ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് സാറയെ, ഹാഗറിനെ ആ ഭവനത്തിൽ നിന്ന് സാറയും അബ്രഹാമും കൂടി ഇറക്കി വിടുമ്പോ മരുഭൂമിയിലൂടി കടന്നു പോകുന്ന ഹാഗറിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിന്റെ കുടുംബവും, നിന്റെ കുടുംബക്കാര്, നിന്റെ സഭയും, നിന്റെ കൂട്ടുകാര്, നിന്റെ നാട്ടുകാര് നിന്നെ ആട്ടിപ്പായിച്ച് ഇറക്കി വിടുമ്പോ നിന്നെ മറന്നു കളയുന്നവനല്ല എന്റെ സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത്. നോക്കണവേ, അബ്രഹാമും സാറയും ഹാഗറിനെ ഇറക്കി വിട്ടു. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൾ മരുഭൂമിയിൽ എവിടെ പോകും, എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദൂതനെ അവൾക്ക് മുമ്പിൽ നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൂതൻ ചോദിച്ചു, ഹാഗറേ, നീ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഒടുവിൽ
ദൈവത്തിന് ഹാഗർ ഒരു പേരിട്ടു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കാണുന്നു. സ്തോത്രം. രാത്രികാലം ദൈവ പൈതലേ, ഈ ലോകത്തൊരു മനുഷ്യനും നിന്നെയും നിന്റെ സങ്കടങ്ങളെ കാണുവാനില്ല എങ്കിലും നിന്നെ ഉള്ളതുപോലെ കാണുന്നൊരു സ്വർഗത്തിലെ ദൈവമുണ്ട്. സ്തോത്രം. നീ ഒഴുക്കിയ കണ്ണുനീരുകൾ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നീ കടന്നു പോകുന്ന സങ്കടങ്ങളെ നോക്കിയിട്ട്, ഭാരങ്ങളെ നോക്കിയിട്ട് നീ പ്രയാസപ്പെടേണ്ട. നിന്നെ അറിയുന്ന, നിന്നെ കാണുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ജീവിതത്തിൽ അവസരങ്ങൾ തരുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ദൈവമാണ് അവസരം തരുന്നത്. സ്തോത്രം. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഒരു കാര്യം നീ മനസ്സിലാക്കണം. സ്തോത്രം. നീ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുക്കണം. ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഈ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഒരു തീരുമാനമെടുത്ത് വേണം ദേവാലയം വിട്ട് കടന്നു പോകുവാൻ. ദൈവമേ, എന്റെ ജീവിതത്തിൽ നീ എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ എന്റെ അറ്റകുറ്റം തീർത്തിട്ടേ ഞാനതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഞാനതിൽ പ്രവേശിക്കത്തുള്ളൂ. കർത്താവേ, നീ എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ, എത്രയോ വർഷങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവേ, ഞാൻ മാത്രം അറിയുന്ന എന്റെ വിഷയങ്ങൾ കർത്താവേ, ഞാൻ മാത്രം കൊണ്ടു നടക്കുന്ന എന്റെ നൊമ്പരങ്ങൾ കർത്താവേ, എന്റെ ജീവിത പങ്കാളി പോലും ഇതുവരെ അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ കർത്താവേ, ആ വിഷയത്തിൽ നീ എനിക്കൊരു അവസരം തന്ന ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർത്തിട്ടേ അതിന് ഞാൻ ആരംഭം കുറിക്കത്തുള്ളൂ എന്ന് രാത്രികാലം നാം തീരുമാനിക്കണം. ഇവിടെ ഹിസ്കിയാവ് തൻ രാജ്യഭാരമേറ്റ ആദ്യ വർഷം, ആദ്യ മാസം ആദ്യം ചെയ്തത് ദേവാലയത്തിന് അറ്റകുറ്റം തീർത്തു. അതിനുശേഷമാണ് അവൻ രാജ്യഭാരം ഏൽക്കുവാൻ തുടങ്ങിയത്. രാത്രികാലം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബ ജീവിതമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർക്കാതെ തുടങ്ങിയാൽ ആ കുടുംബം കെട്ടുറപ്പുള്ളതായി തീരുകയില്ല. അതുകൊണ്ട് ഏത് കാര്യത്തിലും ആദ്യം നിന്റെ ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർത്തിട്ടേ ദൈവം തരുന്ന അവസരം നീ വിനിയോഗിക്കുവാൻ പാടുന്നു. നമുക്കറിയാം, ഏലിയാവ് വളരെ ഒരു പ്രശ്നത്തിന്റെ സങ്കീർണത നിൽക്കുമ്പോ ഏലിയാവ് ആദ്യം ചെയ്തത് ദൈവമേ തീ ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. അവൻ ആദ്യം ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിഞ്ഞു എന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീ ഇറക്കും ദൈവം, അത് നിശ്ചയമാണ്. തീ ദൈവം ഇറക്കും. പക്ഷെ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നു. ആദ്യം ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പണിഞ്ഞു എന്ന പണികൾ ചെയ്യാതെ, അറ്റകുറ്റം തീർക്കാതെ എത്ര ഉപവസിച്ചാലും, എത്ര നിലവിളിച്ചാലും, എത്ര കരഞ്ഞാലും പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ഒരുപക്ഷെ ലഭിച്ചു എന്ന് വരത്തില്ല. പറഞ്ഞു, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദിവസങ്ങളിൽ, ഈ നോമ്പ് കാലങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ആദ്യം നീ ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിന്റെ ആത്മീക അനുഭവത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർത്തിട്ടേ അതിനു വേണ്ടി തയ്യാറാകാവൂ. ഇവിടെ ഹിസ്കിയാവ് അറ്റകുറ്റം തീർക്കുവാനായി വാതിലുകൾ തുറന്നു എന്നാണ് നാം വായിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഹിസ്കിയാവ് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ വേണ്ടി വാതിലുകൾ തുറന്നു.
ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്നാൽ മാത്രമേ കുറവുകളെ കണ്ടുപിടിക്കുവാനും അത് പരിഹരിക്കുവാനുമായി സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ നാടുകളിൽ ഹൃദയങ്ങളെ തുറക്കുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെയും ഹൃദയങ്ങളെ കാണുവാനായിട്ട് നമുക്ക് ആർക്കും കഴിയത്തില്ല. ഇന്ന് അടച്ചു പൂട്ടി ലോക്കിട്ട് വച്ചിരിക്കുക. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഇന്ന് എന്തെല്ലാം വിധത്തിലുള്ള ലോക്കുകളാവും. ഫിംഗർ പ്രിന്റ്, ഫേസ്, നമ്പർ, പാറ്റേൺ, അല്ലേ? എന്തെല്ലാം ലോക്കുകൾ. ഭാര്യയുടെ ലോക്ക് ഭർത്താവിനും അറിയത്തില്ല, ഭർത്താവിന്റെ ലോക്ക് ഭാര്യയ്ക്ക് അറിയത്തില്ല, മക്കളുടെ ലോക്ക് അപ്പനമാർക്ക് അറിയത്തില്ല. ജീവിതം മുഴുവനും ലോക്കായി കിടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, എത്ര ജീവിത പങ്കാളികൾക്ക് പരസ്പരം അവരുടെ ഫോണിന്റെ ലോക്കുകൾ അറിയാമെന്ന് സാധിക്കും? ഞാൻ കൈവക്കണം എന്ന് പറയുന്നില്ല, ഒരാളോടെ കൈവക്കിച്ചു. എത്ര ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ ലോക്കറിയാം? എത്ര ഭാര്യമാർക്ക് ഭർത്താവിന്റെ ലോക്കറിയാം? ഇവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങള് ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം നമ്മൾ സുതാര്യമായിരിക്കണം. രഹസ്യങ്ങൾ ജീവിതത്തിൽ പാടില്ല. ഒരു മനുഷ്യൻ ഇതുപോലെ ഫോണ് ലോക്കിട്ട് കൊണ്ട് നടന്നു. ഭാര്യയ്ക്ക് എന്തൊക്കെ സംശയങ്ങൾ വന്നിട്ട് ഈ മനുഷ്യനോട് ഈ ലോക്കൊന്ന് ഇളക്കി തരാൻ പറഞ്ഞു. ഒരു കാരണവശാലും ഇദ്ദേഹം ആ ലോക്ക് ഇളക്കത്തില്ല. പ്രശ്നമെല്ലാം വളരെ രൂക്ഷമായി. ഒടുവിൽ മകൻ കയറി ഇടപെട്ടു. പക്ഷെ ആരൊക്കെ വന്ന് പറഞ്ഞിട്ടും ഇടപെട്ടിട്ടും ലോക്ക് അഴിക്കത്തില്ല. സഭയിലെ ദൈവദാസനെ വിളിച്ചു വരുത്തി ഈ ലോക്കളാക്കാൻ വേണ്ടി ആര് വന്നിട്ടും ലോക്കളയില്ല. അവസാനം ഈ മകൻ ദേഷ്യം വന്നിട്ട് ഈ ഫോണ് പിടിച്ചു വാങ്ങി. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനിതിനെ തറയിലടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങനെ ചെയ്യല്ലേ, വില കൂടിയ ഫോണാണ്, നീ അടിച്ചൊന്നും പൊട്ടിക്കരുത്, ഞാൻ ലോക്കിളക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം ഫോണ് മകന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് പറയുകയാണ്, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോ ഈ മനുഷ്യൻ ആ ഫോണിൽ ഇട്ടിരുന്ന വോയിസ് ലോക്ക് ദൈവത്തിന്റെ സ്തോത്രമാണ്. ദൈവത്തെ വരെ പറ്റിച്ച് സ്തോത്രത്തെ ലോക്കാക്കിക്കൊണ്ട് നടക്കുന്ന ഒരുപാട് ജനങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്ന. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഹൃദയത്തെ തുറന്നെങ്കിൽ മാത്രമേ കുറവുകളെ കണ്ടുപിടിക്കുവാനും അത് പരിഹരിക്കുവാനും സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചില ആളുകൾ ഇന്നും ആരുടെയും മുൻപിൽ ഹൃദയത്തെ തുറക്കാതെ കൊണ്ട് നടക്കുക. ഹല്ലേലൂയ. എന്നാൽ രാത്രികാലം മനസ്സിലാക്കണം, ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നെങ്കിൽ മാത്രമേ അറ്റകുറ്റം തീർക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഹിസ്കിയാവ് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാനായി ആമേൻ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു എന്ന്
ദൈവവചനം വായിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവമക്കളെ ഹൃദയങ്ങളെ തുറക്കുവാൻ, ഹൃദയങ്ങളെ പരിശോധിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം സ്വാമി. ഹല്ലേലൂയ. അതുകൊണ്ടാ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് നിലവിളിക്കുവാനും കരയുവാനും ഇടയായിത്തീർന്നത്, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ സ്തോത്രം. ഒന്നാമത്തെ രാജാവ് അദ്ദേഹത്തിന് ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ എന്തുണ്ടായിരുന്നു? മനസ്സുണ്ടായിരുന്നു. രണ്ടാമത്തെ രാജാവ് ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ വാതിലുകളെ തുറന്നു. ഹല്ലേലൂയ. ഒന്ന്, അറ്റകുറ്റം തീർക്കുവാൻ മനസ്സുണ്ടാകണം. രണ്ട്, അറ്റകുറ്റം തീർക്കുവാൻ ഹൃദയത്തെ തുറക്കണം. വെളിപ്പാടിൽ കർത്താവ് പറയുന്നുണ്ടല്ലോ, കണ്ടാലും ഞാൻ വാതിലൊന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഇത് ആരോടാ പറയുന്നത്? ആരോടാ? ആരോടാ? ഒരു ഹൈന്ദവനോടാണ് പറയുന്നത്, ഒരു അവിശ്വാസിയോടാണ് പറയുന്നത്. പിന്നെയോ സഭയില, സഭയോട് പറയുക. ഇന്ന് അനേക സഭകളുടെ പുറത്താ യേശു. ഹല്ലേലൂയ. ഇന്ന് ഹൃദയത്തിന്റെ വാതിൽ തുറക്കുവാൻ മനസ്സില്ലാതെ കർത്താവിന്റെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്ന ഹൃദയവാതിലുകൾ ഈ നോമ്പ് ദിനങ്ങളിൽ ഒന്ന് തുറക്കുവാൻ, ഒന്ന് ഓപ്പണാക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് അതിവാഞ്ചയോടെ, അതിതാല്പര്യത്തോടെ നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുവാനായി, സഖായിയേ, ഞാൻ ഇന്ന് നിന്റെ ഭവനത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞേ, ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സേവിച്ചിരുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് യേശു നിന്റെ ഹൃദയത്തിനകത്താണോ ഹൃദയത്തിന് പുറത്താണോ എന്ന് ചിന്തിക്കണം സ്വാമി. ഹല്ലേലൂയ. അപ്പോ രണ്ട്, ഹൃദയത്തിന്റെ വാതിൽ കർത്താവിന് വേണ്ടി തുറക്കണം, അറ്റകുറ്റം തീർക്കുവാനായിട്ട്. മൂന്നാമതായിട്ട് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്തത്, ആമേൻ, യോശിയാവ് എന്ന് പറയുന്ന രാജാവാണ്. സ്തോത്രം. 34-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ ദേശത്തെയും ആലയത്തെയും വെടിപ്പാക്കിയ ശേഷം അവൻ അസല്യാവിന്റെ മകനായ ശാഫാനെയും നഗരാധിപതിയായ മയേശവെയും യോവാശിന്റെ മകനായ രായസക്കാരൻ യോവാഹിനെയും ദൈവമായ യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു എന്നാ പറഞ്ഞിരിക്കുന്ന അപ്പോൾ മൂന്നാമത് ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർത്തത് യോശിയാവ് എന്ന് പറയുന്ന രാജാവ്. ആമേൻ. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ യോശിയാവ് എന്ന് പറയുന്ന രാജാവ് തന്നെ 8-ാമത്തെ വയസ്സിലാണ് രാജ്യഭാരം ഏറ്റെടുത്തത്. ഹല്ലേലൂയ. ഈ പ്രായത്തിൽ രാജ്യം എന്താണ്, രാജാവ് എന്താണ് എന്നൊക്കെ ചിന്തിക്കുവാനുള്ള ഒരു പക്വതയില്ലാത്ത കാലത്താണ്, ആമേൻ, യോശിയാവ് രാജ്യഭാരം ഏറ്റെടുത്തത്. ഹല്ലേലൂയ. അപ്പോ ഇതിനെക്കുറിച്ച് യാതൊരു പരിജ്ഞാനവും അറിവുമില്ല എങ്കിലും തന്റെ ബാല്യത്തിൽ സാഹചര്യം അവനെ രാജാവാക്കി തീർത്തു. ഹല്ലേലൂയ. പിന്നെ അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവന്റെ ഭരണത്തിന്റെ 12-ാമത്തെ വർഷം നടന്ന കാര്യമാണ്. അപ്പൊ 8-ാമത്തെ വയസ്സിൽ, ആമേൻ, യോശിയാവ് രാജാവായി. പിന്നെ കാണുവാൻ സാധിക്കുന്നത് അവന്റെ 12-ാമത്തെ രാജ്യഭാരമേറ്റ വർഷത്തിലാണ്. 34-ന്റെ 3 വായിക്കൂടെ കാണുവാൻ സാധിക്കുന്നു.
വായിക്കുന്നില്ല. അപ്പൊ യോശിയാവിന് ഇപ്പൊ 26 വയസ്സായി. ഹല്ലേലൂയ. 8ാമത്തെ വയസ്സിൽ യോശിയാവ് രാജ്യഭാരമേൽക്കുന്നു. രാജ്യഭാരമേറ്റ് 12 വർഷം കഴിഞ്ഞു. ആ 12 വർഷം കഴിഞ്ഞപ്പോൾ നടന്ന സംഭവമാണ് നാം ഇവിടെ വായിച്ചത്. എന്ന് പറഞ്ഞാൽ യോശിയാവിന് ഇപ്പൊ 26 വയസ്സായി. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് 26ാമത്തെ വയസ്സിൽ പൂജാഗിരികളെ നീക്കി ദേശത്തെ വെടിപ്പാക്കി ദൈവത്തെ അന്വേഷിച്ചു അറ്റകുറ്റം തീർത്തു എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാ? തന്റെ 26ാമത്തെ വയസ്സിൽ യോശിയാവ് പൂജാഗിരികളെ നീക്കി ദേശം വെടിപ്പാക്കി ദൈവത്തെ അന്വേഷിച്ചു അറ്റകുറ്റം തീർത്തു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തന്റെ അറിയില്ലായ്മയുടെ കാലത്ത്, തന്റെ അറിയായ്മയുടെ കാലത്ത് നമുക്കൊന്നും ചെയ്യുവാൻ പറ്റിയെന്ന് വരത്തില്ല ദൈവത്തിന്റെ പൈതലെ. ഈ 8ാമത്തെ വയസ്സിൽ ഇതൊന്നും ചെയ്യുവാനുള്ള പ്രായമോ പക്വതയോ അറിവോ ഒന്നും ഹല്ലേലൂയ ഈ യോശിയാവിന് ലഭിച്ചില്ല. എന്നാൽ തനിക്ക് അറിയായ്മ വന്നപ്പോ ഹല്ലേലൂയ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ തിരിച്ചറിവിന് പ്രാപ്തിയായപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും അറ്റകുറ്റം തീർക്കുവാനും അവൻ മനസ്സ് വച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ അറിയായ്മയുടെ കാലത്ത് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന് അറ്റകുറ്റങ്ങൾ ചെയ്യുവാനും തീർക്കുവാനും നിന്റെ അറിവില്ലായ്മ കൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞുവെന്ന് വരത്തില്ല. എന്നാൽ നിന്റെ ജീവിതത്തിൽ അറിയായ്മ വന്നാൽ, അറിവുണ്ടായാൽ നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ജീവിതത്തിലെ അറ്റകുറ്റങ്ങളെ തീർക്കുക എന്നുള്ളതാണ്. പ്രവർത്തികളുടെ പുസ്തകം 17ാം അധ്യായത്തിന്റെ 30 പറയുന്നു, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് ദൈവം കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്താ പറഞ്ഞിരിക്കുന്നത്? അറിയായ്മയുടെ കാലത്തെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന ദൈവം കൽപ്പിക്കുന്നത്. എന്നാൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവരൊരു ദിവസത്തെ നിശ്ചയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇന്ന് രാത്രികാലം ദൈവപൈതലെ മനസ്സിലാക്കിക്കോ, നിന്റെ അറിയായ്മയുടെ കാലത്തെ ദൈവം ഒരുപക്ഷെ കണക്കിട്ടെന്ന് വരത്തില്ല, ദൈവം ക്ഷമിച്ചു എന്ന് വരാം. പക്ഷേ അറിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, എന്റെ പോക്ക് ശരിയല്ല എന്ന് പല പ്രാവശ്യം മനസ്സാക്ഷി നിന്റെ ഹൃദയത്തിൽ മുന്നറിയിപ്പുകൾ തന്നിട്ട് ഇപ്പോഴും ഒരു പൊട്ടനെ പോലെ, ഒരു പൊട്ടിയെ പോലെ, ഒന്നും അറിയാത്തതുപോലെ നീ നടക്കുകയാണെങ്കിൽ ദൈവ വചനം മുന്നറിയിപ്പ് തരുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ സ്വർഗം നിയമിച്ചിരിക്കുക. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി. ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർക്കുന്നില്ല എങ്കിൽ കുഞ്ഞേ, നിന്നെ വിധിപ്പാ, നിന്നെ ന്യായം വിധിക്കുക ദൈവം ഒരു ദിവസം എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നിശ്ചയിച്ച് വച്ചിരിക്കുക. അത് സംഭവിക്കാതിരിക്കണമെന്ന് ഇന്ന് രാത്രികാലം നിന്റെ അറിയില്ലായ്മയുടെ കാലത്ത് നീ ചെയ്ത തെറ്റുകൾ ഒരുപക്ഷെ ദൈവം ക്ഷമിച്ചു എന്ന് വരും. പക്ഷെ അറിഞ്ഞിട്ടും മനഃപൂർവമായി പിന്നെയും നീ ആ പാപത്തെ രസിച്ച്
അതിനെ പോറ്റി വളർത്തി ഇന്നും താലോലിച്ച് കൊണ്ടു നടക്കുകയാണെങ്കിൽ, കുഞ്ഞേ, ദൈവവചനം പറയുകയാണ്, ഒരു ദിവസം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ദിവസം കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം മനസ്സിലാക്കിക്കോ, യോശിയാവ് തന്റെ 8-ാമത്തെ വയസ്സിൽ രാജ്യഭാരം ഏറ്റെടുത്തു സ്വാമി. പക്ഷേ അന്ന് പൂജാഗിരികളെ കുറിച്ചോ ദേശത്തെ കുറിച്ചോ വിശുദ്ധിയെ കുറിച്ചോ വേർപാടിനെ കുറിച്ചൊന്നും യോശിയാവിന് അറിയത്തില്ലായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന കാലം വന്നപ്പോ തന്റെ 26-ാമത്തെ വയസ്സിൽ പൂജാഗിരികളെല്ലാം നീക്കം ചെയ്തു. സ്തോത്രം. ദൈവഹിതമില്ലാത്ത സകലതും യോശിയാവ് നീക്കം ചെയ്തു. ഒരു കാലത്ത് താലോലിച്ചും ഓമനിച്ചും കൊണ്ടു നടന്ന പാപങ്ങളെയും പാപപ്രവർത്തികളെയും തനിക്ക് പക്വത വന്നപ്പോ, അറിവ് വന്നപ്പോ എല്ലാം നീക്കിക്കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ദേശത്തെ വെടിപ്പാക്കി ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ അവൻ തയ്യാറായി തീർന്നു. ഇന്ന് രാത്രികാലം ആലയത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർത്ത 3 രാജാക്കൾ. ഒന്ന്, ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ മനസ്സ് ഉണ്ടായിരുന്നു. ആ യോവാസ് എന്ന് പറയുന്ന രാജാവ് ദിവസങ്ങളിൽ ദൈവസഭയെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുവാൻ, അറ്റകുറ്റം തീർക്കുവാൻ നമുക്കൊരു മനസ്സ് ഉണ്ടാകണം. ഇന്ന് മനസ്സ് വയ്ക്കണം. ഈ നോമ്പ് ദിനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വിശുദ്ധ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർക്കാൻ നീ മനസ്സ് വെച്ചാൽ ഈ ഈസ്റ്ററിൽ ഒരു ഉയർപ്പിന്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ സാധിക്കും. എന്റെ കുടുംബത്തിനകത്ത് കാണുവാനായി സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ, പ്രവചന ആത്മാവിൽ ഇന്ന് രാത്രികാലം ദൈവസഭയോട് ദൂത് പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ സ്തോത്രം, ദൈവസന്നിധിയിൽ ഇരിക്കുക. ഇതുവരെയുള്ള ആത്മീക ജീവിതങ്ങളെ ഒന്ന് വിലയിരുത്തുക. ഈസ്റ്ററിന് ശേഷം മുന്നോട്ട് പിന്നെയും പോവുക. ഒരു ഉയർപ്പിന്റെ പ്രവൃത്തി തമ്പുരാൻ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഇടയായി. ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസങ്ങളിൽ ആത്മീയ ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കുവാൻ ദൈവ കുഞ്ഞേ നിനക്ക് മനസ്സുണ്ടാകണം. 2, ഹിസ്കിയാവ് ആലയത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർക്കുവാൻ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു. ഉടൻ കമത്തി എത്രമാത്രം വെള്ളമൊഴിച്ചാലും ഉടൻ നിറയത്തില്ല. അതുകൊണ്ട് ഹൃദയങ്ങളെ അടച്ചു വെച്ചുകൊണ്ട് എത്ര കൈയടിച്ചാലും, എത്ര സ്തോത്രം പറഞ്ഞാലും, എത്ര ഉപവസിച്ചാലും, എത്ര നോമ്പെടുത്താലും, എത്ര കരഞ്ഞാലും നിന്റെ പ്രാർത്ഥന ഉയരത്തിലേക്ക് എത്തത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഹൃദയങ്ങളെ തുറക്കണം. തുറക്കാത്ത ഹൃദയങ്ങളെ രാത്രികാലം തുറക്കണം. തുറന്ന് പരിശുദ്ധാത്മാവോട് പറയണം, അറ്റകുറ്റം തീർക്കുവാനായി. 2, അറ്റകുറ്റം തീർക്കുവാനായി ഹൃദയത്തെ അഥവാ വാതിലിനെ തുറന്നു. 3, അറിയായ്മയുടെ കാലത്ത് ആമേൻ യോശിയാവിന് അറ്റകുറ്റം തീർക്കണമെന്ന കാര്യം അറിയത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പക്വത വന്നപ്പോൾ, അറിവ് വന്നപ്പോൾ, ജ്ഞാനം വെളിപ്പെട്ടപ്പോൾ അവൻ തന്റെ 26-ാമത്തെ വയസ്സിൽ ദൈവഹിതമില്ലാത്ത പൂജാഗിരികളെ ദേശത്ത് നീക്കി ദേശം വെടിപ്പാക്കി ദേവാലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ ഇടയായി. ഈ നോമ്പ് ദിനങ്ങൾ അതിപ്രധാനമായിരിക്കുന്ന ദിനങ്ങളിലൂടെയാണ് ക്രൈസ്തവ മക്കൾ കടന്നു പോകുന്നത്. ഇത് ഒരവസരമാണ്, ഇതൊരു സമയമാണ്. അതുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ രാത്രികാലം തീരുമാനിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ആത്മീക ജീവിതത്തിന്റെ അറ്റകുറ്റങ്ങളെ തീർക്കുക, കുറവുകളെ തീർക്കുക, എന്നെ സഹായിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥിക്കുക. ചെയ്യുന്നില്ല എങ്കിൽ ദൈവ പൈതലെ നിത്യത നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും. ന്യായവിധിയിൽ അകപ്പെട്ടു പോകുവാൻ ഇടയായിത്തീരും.
കേട്ടല്ലോ, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഒരു ദിവസം കർത്താവ് നമുക്ക് വേണ്ടി നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ ദിവസം നാം ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ ദൈവമക്കൾ ദിവസങ്ങളിൽ കണ്ണുനീരോടെ, കരച്ചിലോടെ, സങ്കടത്തോടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് കരയാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അറ്റകുറ്റങ്ങളെ തീർക്കുക, കുറവുകളെ തീർക്കുക, എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതിനായി നമുക്ക് അപേക്ഷിക്കാം. എല്ലാവർക്കും ഈ രാത്രികാലം ദൈവമുൻപാകെ സമർപ്പിച്ചു ഒരു നിമിഷം എല്ലാ ഹൃദയങ്ങളും കർത്താവിന്റെ മുമ്പിൽ കൊടുക്കാൻ. ഒരു മനുഷ്യനും നമ്മുടെ ഹൃദയങ്ങളെ കാണുന്നു. എത്രയോ വർഷമായി നമ്മുടെ കൂടെ ജീവിച്ച ജീവിത പങ്കാളിക്ക് പോലും നമ്മുടെ ഹൃദയത്തെ അറിയാം. നിങ്ങളുടെ സഭയിലെ പുരോഹിതന് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയത്തില്ല. നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയത്തില്ല. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ അറിയാം. എന്നാൽ ഹൃദയങ്ങളെ ആരാഞ്ഞറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കുണ്ട്. 15-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ആർ വസിക്കും? ഹല്ലേലൂയ. അവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് രാത്രിയാണ് എന്റെ ലക്ഷ്യം കർത്താവിന്റെ കൂടാരമാണ്, കർത്താവിന്റെ വിശുദ്ധ മന്ദിരമാണ്. ഒന്ന് പണിഞ്ഞാട്ടെ ഹൃദയങ്ങളെ മെനഞ്ഞവന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഹൃദയങ്ങളെ പകർന്ന്. കർത്താവേ, എത്രയോ പ്രാവശ്യം അനേകർ എന്നോട് പറഞ്ഞു ഇത് വേണ്ട എന്ന്. പക്ഷെ അന്നൊന്നും അത് മനസ്സിലാക്കാ, തിരിച്ചറിയാക്കാ, അതിന്റെ അറ്റകുറ്റങ്ങൾ തീർക്കാതെ ഇന്ന് ഞാനത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഇന്ന് രാത്രികാലം എനിക്ക് നിങ്ങളെ അറിയത്തില്ല, എന്നെ നിങ്ങൾക്കറിയത്തില്ല. ഞാൻ ഇതിനകത്ത് വന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നതാണ് നിങ്ങളോട് ഈ ആലോചന പറയുവാനായി. സ്തോത്രം. ഇനിയും താമസമെന്തേ ദൈവത്തിന്റെ പൈതലേ, ഇനിയും താമസമെന്തേ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കോവിഡ് വന്ന് എത്രയോ ജീവിതങ്ങളെ ഈ ലോകത്തുനിന്ന് മാറ്റിക്കൊണ്ടുപോയി. ഒരു ജലപ്രളയം വന്ന് എത്രയോ വരെ ഈ ലോകത്ത് മാറ്റിക്കൊണ്ടുപോയി. എന്നിട്ടും എന്നെയും നിങ്ങളെയും ഈ ഭൂമിയുടെ പരപ്പിൽ ദൈവം ഇന്നും നിർത്തിയിരിക്കുന്നത് നീ നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാ. രാത്രികാലം അതുകൊണ്ട് ദൈവത്തിന്റെ ദയ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന് മേൽ ദീർഘമാക്കിയിരിക്കുമ്പോ, സഹോദരി, മാതാവേ, കുഞ്ഞുങ്ങളെ, പിതാവേ, രാത്രികാലം നിന്റെ ഹൃദയത്തെ ഒന്ന് പകർന്നാട്ടെ. ഉള്ളതുള്ളതുപോലെ കാണുന്ന സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി ഒരു നിമിഷം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. പരിശുദ്ധാത്മയോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നിന്റെ അഗ്നി എന്നിൽ പകരണമേ. എന്റെ അശുദ്ധിയെല്ലാം ചാരമായി പോകണമേ. എന്നെ തിളങ്ങുന്ന മുത്താക്കി മാറ്റണമേ എന്ന് കർത്താവിനോട് നമുക്ക് യാചിക്കാം. ദൈവ പൈതലേ, ദൈവത്തോട് യാചിക്കാം. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ തീയാൽ ഞാനൊരു തിളങ്ങുന്ന മുത്തായി തീരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കും. യേശു ഇതിനകത്തുണ്ട്. യേശു ഈ ദേവാലയത്തിനകത്തുണ്ട്, ഈ സഭയ്ക്കകത്തുണ്ട്. ഇന്ന് രാത്രികാല ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകുഞ്ഞെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹൃദയത്തിന്റെ കാഠിന്യങ്ങളെ തകർത്തുറച്ചുകൊണ്ട് ഇന്ന് രാത്രികാല ഹൃദയങ്ങളെ കഠിനമാക്കാതെ, അവസരങ്ങൾ ദൈവം തരുമ്പോ നഷ്ടപ്പെടുത്തി കളയാതെ കർത്താവിന് മുന്നിൽ സമർപ്പിച്ച് ദൈവത്തിന്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. അതെ, ഇന്ന് ഈ ദേവാലയം വിട്ടിറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിലെ അറ്റകുറ്റങ്ങൾ തീർത്തു വേണം, ഒരു തീരുമാനമെടുത്തു വേണം ഈ ദേവാലയം വിട്ടിറങ്ങിപ്പോകുക. അതിന് പരിശുദ്ധാത്മാവിനെ സഹായിക്കുമാറാകട്ടെ.